അന്ധനായ ഒരു വ്യക്തിയുടെ കഥ ഓർമ്മ വരുന്നു. അയാൾ എല്ലാ ദിവസവും വളരെ തിരക്കുള്ള ഒരു ക്ഷേത്രത്തിലെത്തി വരിയായി നിന്ന് ക്ഷേത്ര ദർശനം നടത്തുന്ന വിശ്വാസികൾക്കൊപ്പം നിന്ന് ഉന്തും തള്ളും തിക്കും തിരക്കുമെല്ലാം സഹിച്ച് ദർശനം നടത്തുമായിരുന്നു. എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും അയാൾ എന്നും ഇത് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം പൂജാരി അയാളെ തടഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി വരുന്നത്? നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ പോലും കഴിയുന്നില്ലല്ലോ. എനിക്ക് ഭഗവാനെ കാണാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷേ ഭഗവാന് എന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. എന്നെ സ്വയം ഭഗവാന് സമർപ്പിക്കാനാണോ ഞാൻ വരുന്നത്? ഇതേ ഭാവത്തിൽ വേണം നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കാൻ. നമുക്കൊരു പക്ഷേ ഗുരുദേവനെ കാണാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷേ ഗുരുദേവന് നമ്മളെ കാണാൻ കഴിയുന്നുണ്ട്. യജ്ഞത്തിലെ ആഹുതികളുടെ അവസാനം നമ്മൾ സ്വാഹ എന്ന് പറയുന്നു. സുന്ദരവും പ്രിയവുമായ ആ ശബ്ദത്തിന്റെ അർത്ഥം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ്. സ്വ ആഹുതം എന്നതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിലെ കർമ്മങ്ങളുടെയെല്ലാം അവകാശം ഞാൻ പരമാത്മാവിന് സമർപ്പിക്കുന്നു എന്നാണ്. ഇതേ വിശ്വാസത്തിലും ശ്രദ്ധയിലും സമർപ്പണത്തിലുമാണോ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യേണ്ടത്? സ്വവാക് ആഹ ഇതി, ഞാൻ എന്നെ തന്നെ എന്റെ കർമ്മങ്ങളെ ഈശ്വരന് സമർപ്പിക്കുന്നു. ഇന്നിതാ എന്നിൽ ആശകളോ അഭിലാഷങ്ങളോ ശേഷിക്കുന്നില്ല, അധികാരങ്ങളോ അത് നേടാനുള്ള ആഗ്രഹങ്ങളോ ശേഷിക്കുന്നില്ല. ഇന്നിതാ ഞാൻ എന്നെ തന്നെ ഈശ്വരന് മുമ്പിൽ പരമാത്മാവിന് മുന്നിൽ സമർപ്പിക്കുന്നു.